ഫ്രണ്ട്സ് 2000-ന് മുകളിൽ വേക്കൻസി ഉള്ള പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇനി +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ദെൻ ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, PG കഴിഞ്ഞവർക്ക്, അങ്ങനെ വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്രഷേഴ്സിനുള്ള വേക്കൻസി ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയുള്ള കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന നമ്മുടെ എയിംസ് ആണ്, അതായത് എയിംസ് എക്സാം ആണ്. അതായത് ഈ പറയുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എയിംസിൻ്റെ മാത്രമല്ല ഇതിലുള്ളത് മറ്റു നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ. അപ്പോൾ നിൽക്കൂടെ കാണാൻ ഇതാണ് നോട്ടിഫിക്കേഷൻ, CRE എന്നാണ് അറിയപ്പെടുന്നത്. കൂടെ കാണാൻ കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന, അതായത് എയിംസിലേക്കും നമ്മുടെ രാജ്യത്തുള്ള എയിംസിലേക്കും അതുപോലെ തന്നെ മറ്റു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ബോഡീസിലേക്കും ഉള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. എക്സാമിനേഷൻ സെക്ഷനാണ് ഈ പറയുന്ന എയിംസ് എക്സാമിനേഷൻ സെക്ഷനാണ് ഈ റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സാമിനേഷനെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ വേക്കൻസികളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു നോട്ടിഫിക്കേഷൻ 183 പേജുള്ള നോട്ടിഫിക്കേഷനാണ്. അപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പം അതിനനുസരിച്ച് അതിൻ്റെ ഡ്യൂറേഷൻ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. അതിനുശേഷം നിങ്ങളുടെ സജഷന് കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കുവെക്കുക കേട്ടോ, കമൻറ്റായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെച്ചോ. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റിന് നമുക്ക് ആദ്യം നോക്കിക്കളയാം. ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 31 ജൂലൈ വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 12/7, അതായത് ജൂലൈ 12 മുതൽ. ഓക്കെ, നമ്മളിപ്പം വീഡിയോ ചെയ്യുന്നത് ജൂലൈ 14 2 ദിവസം മുൻപ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് 31/7 പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ അപേക്ഷ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതായത് ഇതിൻ്റെ എക്സാമിനേഷൻ ഉണ്ട്, എക്സാമിനേഷന് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന ഡേറ്റ് 7/8/2025 നിങ്ങൾക്കത് പരിശോധിക്കാം. ആ ലിസ്റ്റ് അവർ ഇടും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ എന്നൊക്കെ പിന്നീട് അറിയിക്കും, എക്സാമിനേഷൻ ഇതിനൊക്കെ അനുസരിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ CBT എക്സാമിനേഷൻ്റെ, അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു എക്സാമിനേഷനാണ്, ഒരു ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലി, അതായത് ഇത്തരം ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഓട്ടോണമസ് സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ജോലി ലഭിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയിംസിലൊക്കെ നമുക്ക് ജോലി ലഭിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് പെർമനൻറ്റ് വേക്കൻസിയാണ് ലഭിക്കുന്നത്. നമ്മളൊരു 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അതിൽ വരുന്നുള്ളൂ. പിന്നെ സ്കിൽ ടെസ്റ്റ് എല്ലാ പോസ്റ്റിനും ഇല്ല, ചില പോസ്റ്റിന് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതായത് ടൈപ്പിംഗ് ടെസ്റ്റൊക്കെ ആവശ്യമുള്ള LDC അങ്ങനെയുള്ള പോസ്റ്റിനൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു CBTയുടെ ഡേറ്റ് ഏകദേശം 25 ഓഗസ്റ്റ്, ഉടനെ തന്നെ എക്സാം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കാണാം 26 ഓഗസ്റ്റ്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ പഠിച്ച് തുടങ്ങാമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്കിൽ ടെസ്റ്റ് പിന്നീട് അറിയിക്കും അതിൻ്റെ ഡേറ്റ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ കുറച്ച് എന്താണ് ഈ പറയുന്ന എയിംസും മറ്റു ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താണ് നോൺ ഫാക്കൽറ്റി ആയിട്ടുള്ള ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ എയിംസിലേക്കും മറ്റു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും എന്താണ് ഈ പറയുന്ന നോൺ ഫാക്കൽറ്റി കാറ്റഗറിയിലുള്ള ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C ആളുകളെ, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഉദ്യോഗാർത്ഥികളെ അതിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ നടത്തുന്നതാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെ എയിംസ് ആണ്, അതുപോലെ ഏതൊക്കെ ഗവൺമെൻറ് സ്ഥാപനമാണ് ഇതിൽ പങ്കെടുക്കുന്നത് വ്യക്തമായിട്ട് ടേബിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഇതിൽ എയിംസ് മാത്രമൊന്നുമല്ല, അതുപോലെ നിങ്ങൾക്ക് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, അപ്പോൾ ഇതിലൊക്കെ എസിക്കിലൊക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന കേരളത്തിലൊക്കെ വേക്കൻസി, കാരണം ഇതിലൊക്കെ വിവിധ ഓഫീസുകളും വിവിധ എന്താണ് സ്ഥാപനങ്ങളും റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ വേക്കൻസികളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ജിപ്മർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള റിംസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഈ പറയുന്ന സ്ഥാപനങ്ങളിലൊക്കെ അതിൻ്റെ വിവിധ ബ്രാഞ്ചുകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് വേക്കൻസികളും കാര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് 2000-ന് മുകളിൽ നമ്മൾ ഏകദേശം ഒരു വേക്കൻസിയാണ് കേട്ടോ പറയുന്നത്. ഇനി ഇതിലേക്ക് അപേക്ഷ നൽകേണ്ടത് ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഏതിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത്, അതായത് നിങ്ങളുടെ ഏത് സ്ഥാപനത്തിലേക്കാണ് നിങ്ങളുടെ ചോയ്സ് ഒക്കെ കൊടുക്കേണ്ടത്, നിങ്ങൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തല്ല കൊടുക്കേണ്ടത്. നിങ്ങൾ എക്സാം എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ചോയ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ തരും. നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ ആ ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥാപനത്തിലേക്ക് എയിംസ് ഏതാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്, ആദ്യം എവിടെയുള്ളതാണ് കൊടുക്കേണ്ടത്, ഇനി എസിക്കിലാണ് നമുക്ക് ഏതിലാണ് കൊടുക്കേണ്ടത്, ESI ആണെങ്കിൽ ഏതിലാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ചോയ്സ് ഉണ്ട്. അത് എക്സാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ എക്സാം ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ചോയ്സ് കൊടുക്കാൻ പറ്റുക. ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല, ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് കൊടുക്കുന്നതെന്നൊക്കെ വരുന്നത് എക്സാമിനേഷൻ ശേഷമാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക.
ഇനി ഇതിൽ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് ഓരോ പോസ്റ്റിൻ്റെ ഏജൊക്കെ ഞാൻ പറയാം. SC, ST, OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആ റിസർവ്ഡ് വാക്കൻസി, അപ്പം OBCക്ക് വാക്കൻസി ഉണ്ടെങ്കിൽ OBC കാൻഡിഡേറ്റ്സ് അതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുള്ളൂ. OBC കാൻഡിഡേറ്റ്സ് ജനറൽ വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്താൽ അവർക്ക് ഏജ് റിലാക്സേഷൻ മറ്റ് കാര്യങ്ങളോ ലഭിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. OBC മാത്രമല്ല SC, ST ഏത് കാറ്റഗറിയാണ് കേട്ടോ. നിങ്ങളുടെ റിസർവ്ഡ് വാക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ മാത്രമേ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി SC, ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, അതുപോലെ PWD ആണെങ്കിൽ 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ്റെ എക്സ് സർവീസ്മാനും മറ്റു വിഡോസ്, ഡിവോഴ്സ്ഡ് ആയ വനിതകളും ഒക്കെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ, ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള. ഇനി OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ OBC കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് ഇതിലേക്ക് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം കേട്ടോ. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് OBCയിൽ 2 കാറ്റഗറി ഉണ്ട്. ഞാൻ അറിയുന്നവർക്കുണ്ട് സീക്ക് ചെയ്ത് കാണാം കേട്ടോ. OBCയിൽ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ക്രിമിലിയർ വിഭാഗം എന്ന് പറഞ്ഞാൽ വാർഷിക വരുമാനം 8 ലക്ഷത്തിന് മുകളിൽ പോയവരാണ് ക്രിമിലിയർ വിഭാഗം. നോൺ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ 8 ലക്ഷത്തിന് താഴെയുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ കിട്ടുള്ളൂ കേട്ടോ, ക്രിമിലിയർ വിഭാഗത്തിന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ വാലിഡ് ആയിട്ടുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്ന ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതായത് ഫൈനാൻഷ്യൽ ഇയർ പറഞ്ഞാൽ 2025-26 ആണ്. അതായത് നമ്മൾ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ഡേറ്റ് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ഫസ്റ്റ് ഓൺ ഓർ ആഫ്റ്റർ 1 ഏപ്രിൽ 2025 ടു ലാസ്റ്റ് ഡേറ്റ്, ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് 31 ജൂലൈ ആണ്. ഈ ഡേറ്റിൻ്റെ ഉള്ളിലോ ഈ ഡേറ്റിലോ എടുത്തതായിരിക്കണം. അതായത് 1 ഏപ്രിൽ 2025 എന്ന് പറഞ്ഞ ഡേറ്റിനും എടുക്കാം, അതിന് ശേഷം എടുത്തായിരിക്കണം. അതല്ലാതെ 1 ഏപ്രിൽ 2025 മുൻപ് എടുത്ത സർട്ടിഫിക്കറ്റ് പറ്റില്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധ. അപ്പോൾ 1 ഏപ്രിൽ 2025 എന്ന് പറയുന്ന ഈ ഡേറ്റിനോ അതിന് ശേഷമോ നമ്മൾ കയ്യിൽ നമ്മൾ എടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. എന്നാൽ നമുക്ക് 31 ജൂലൈ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് 31 ജൂലൈ 2025 ശേഷം എടുത്ത സർട്ടിഫിക്കറ്റ് പറ്റുകയും ചെയ്യില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള, അതായത് ഇപ്പം ഈ പറയുന്ന 1 ഏപ്രിൽ 2025 ശേഷം എടുത്ത സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കയ്യിലില്ല, നമ്മളടുത്ത് പഴയ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങളുടെ ഈ പറയുന്ന OBC സർട്ടിഫിക്കറ്റ് റിന്യൂവലിന് കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് നമുക്ക് കിട്ടും. അതായത് സ്ലിപ്പ് കിട്ടും. നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പും പാടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ വെച്ച് അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ ആ ഒരു സ്ലിപ്പ് പ്രകാരം നിങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ. അപ്പോൾ പഴയത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ പഴയത് വെച്ച് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ അക്നോളജ്മെൻറ്റ്, അതായത് പുതിയ നമ്മൾ റിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മുടെ OBC NCL സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തു എന്നുള്ളതിൻ്റെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് ഉണ്ടാവും. ആ സ്ലിപ്പും പാടെ നമ്മൾ എന്ത് ചെയ്യണം, പഴയതിൻ്റെ കൂടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതല്ല അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് ഇല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ, പഴയത് വെച്ച് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ റിന്യൂവലിന് കൊടുത്താൽ നമുക്ക് ഒരു സ്ലിപ്പ് കിട്ടും. അപ്പോൾ ആ റെസിപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ നമ്മൾ പഴയതും വെച്ച് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 1 ഏപ്രിൽ 2025 എന്ന് പറയുന്ന ഡേറ്റിൻ്റെയും 31 ജൂലൈ 2025 ഡേറ്റിൻ്റെയും ഇടയിലുള്ള സർട്ടിഫിക്കറ്റ് എടുക്കണം. ഇനിയിപ്പോൾ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഈ സെയിം ഡേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാം 1/4/2025 ടു 31/7/2025 ഈ ഡേറ്റിൻ്റെ ഉള്ളിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഫൈനാൻഷ്യൽ ഇയർ വരുന്ന 2024-25 ഫൈനാൻഷ്യൽ ഇയർ ബേസ് ചെയ്തുള്ള ഇൻകം കണക്കാക്കിയുള്ളതായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമുക്ക് പ്രശ്നം വരും. ഇനി ഇതിലേക്ക് എക്സാമിനേഷൻ സ്കീം പറയാം. ഞാൻ ഇതിൻ്റെ വാക്കൻസിലേക്ക് വരാം കേട്ടോ, കാരണം വാക്കൻസിൻ്റെ കാര്യങ്ങൾ ഞാൻ ഒരു ഓർഡറിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വിട്ടു പോകേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ഉണ്ടായിരിക്കുക. 100 മാർക്കിനുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. 400 മാർക്ക് ഒന്ന് ശരിയാൽ 4 മാർക്കാണ്. അതിൽ 20 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജനറൽ നോളജ്, അതുപോലെ ജനറൽ നോളജ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജും ചെക്ക് ചെയ്യുന്നതിനുള്ള 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബാക്കി 80 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡൊമൈൻ നമ്മൾ ഏത് കാറ്റഗറിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. സിലബസ് ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 5 സെക്ഷൻ ആയിട്ടാണ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ അതായത് 18 മിനിറ്റ് ഡ്യൂറേഷൻ വരും. ഓക്കെ. അതിൽ ഓരോ സെക്ഷനിലും നമുക്ക് 20 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഉണ്ടാകുക കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പായുള്ള ഒരു 100 ക്വസ്റ്റ്യന് നമുക്ക് ഈ പറയുന്ന 400 മാർക്കിൻ്റെ എക്സാമാണ് ഉണ്ടായിരിക്കുക. അതിലൊന്ന് ശരിയാൽ 4 മാർക്ക്, തെറ്റായി രേഖപ്പെടുത്തിയാൽ നെഗറ്റീവായി രേഖപ്പെടുത്തിയാൽ 1/4 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എക്സാമിനേഷൻ സ്കീം. അപ്പോൾ എക്സാമിനേഷൻ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ലാംഗ്വേജും. അപ്പോൾ അതായത് മീഡിയം ഓഫ് എക്സാമിനേഷൻ ആട്ടോ ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ പോസ്റ്റിൻ്റെയും അതിൻ്റെ ആ ഒരു ഏത് മേഖലയാണ് ചോദിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഇത് നോക്കിയാൽ മനസ്സിലാക്കാം. ഓക്കെ. ഇനി ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫോട്ടോ, സിഗ്നേച്ചർ അതൊക്കെ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഓൺലൈൻ ഫോമിൽ പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇനി പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് വരുന്നത്. ഈ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-40 പേജിൻ്റെ മുകളിലുണ്ടായിരിക്കും. അപ്പോൾ ഞാനിതൊരു വീഡിയോയിൽ പറയാമെന്ന് പറയുന്നത് അത് പോസിബിൾ ആയുള്ള കാര്യമല്ല.
കാരണം നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും എന്താണ് അത്രയും ഞാൻ എന്താണ് ശ്വാസം മുട്ടി പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ നിങ്ങൾ ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം. കുറച്ചൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറ്റീഷ്യൻ ആണെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ MSc നിങ്ങൾക്ക് ഫുഡ് ആൻഡ് ന്യൂട്രീഷനിൽ സ്പെഷ്യലൈസേഷൻ MSc കഴിഞ്ഞവർക്ക് അപ്ലൈ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ എല്ലാത്തിലും എക്സ്പീരിയൻസും വേണ്ട കേട്ടോ. എക്സ്പീരിയൻസ് ഇല്ലാത്ത പോസ്റ്റ് ഉണ്ട്. ഇനി BSc കഴിഞ്ഞവർക്ക് ഹോം സയൻസ് കഴിഞ്ഞവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. BSc മാത്രമല്ല പ്ലസ് MSc ഹോം സയൻസ് കഴിഞ്ഞിരിക്കണം കേട്ടോ. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റാണ് അതൊക്കെ. അതുപോലെ തന്നെ അപ്പോൾ ഇതൊക്കെ ഡയറ്റീഷ്യൻ, അതായത് നിങ്ങൾക്കിപ്പോൾ എയിംസ് തന്നെ നിങ്ങൾക്കറിയാം വിവിധ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കുള്ള വേക്കൻസിയാണ്. ഏജ് ലിമിറ്റ് ഇവിടെ കൊടുക്കും, പേ ലെവൽ ഇവിടെ കൊടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല സ്കെയിലിൽ നിങ്ങൾക്ക് സാലറിയും പിന്നെ അതുകൊണ്ട് തന്നെ മറ്റു ഒട്ടനവധി അലവൻസും കാര്യങ്ങളുള്ള പോസ്റ്റിനാണ്, പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റിനാണ് അതൊക്കെ. പിന്നെ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അതുപോലെ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എല്ലാ കാറ്റഗറി പോസ്റ്റും ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നില്ല, എല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെങ്കിൽ ജസ്റ്റ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 25-30 ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഡിഗ്രി മതി. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മതി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ MBA PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റിലൊക്കെ PG ഡിപ്ലോമ അല്ലെങ്കിൽ MBA ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും പാടൊരു മുൻഗണന ഉണ്ടായിരിക്കും. ഓക്കെ, അതല്ലാതെ ഈ പറയുന്ന ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മാത്രം നിങ്ങൾ ഇതിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട, അത് നമുക്ക് മാൻഡറ്ററി അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിങ്ങൾക്ക് ഡിഗ്രി മതി. 25-30 ഏജ് ലിമിറ്റ്. ഇതൊക്കെ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. വിവിധ എയിംസിൻ്റെ വിവിധ എന്താണ് ഏരിയയിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊക്കെ LDC, അതുപോലെ അപ്പർ ഡിവിഷൻ ക്ലർക്ക് വേക്കൻസികളാണ്. അതുപോലെ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റിൽ തന്നെ നിങ്ങൾക്ക് +2 പാസ്സായിരിക്കും അപ്ലൈ ചെയ്യാം. ജസ്റ്റ് +2 പാസ്സായാൽ മതി. പക്ഷേ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ ടൈപ്പിംഗ് ചെയ്യാനുണ്ടാവും കേട്ടോ. ഇത് സെലക്ട് ആയി കഴിഞ്ഞാൽ അപ്പോൾ ആ സ്പീഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് +2 മതി കേട്ടോ. 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഇതൊക്കെ ആ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് സെയിം ക്വാളിഫിക്കേഷനാണ് അതൊക്കെ വരുന്നത് കേട്ടോ. അതൊക്കെ സെയിം ക്വാളിഫിക്കേഷനാണ്. ഇനി അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് 27 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി മതി. ജസ്റ്റ് ഡിഗ്രി വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, UDCയിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലൊക്കെ അത്യാവശ്യം ഒരു നോളജ് ഉണ്ടായിരിക്കണം, വർക്കിംഗ് നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ വേറെ നമുക്ക് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അപ്പർ ഡിവിഷൻ ക്ലർക്കിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ അപ്പർ ഡിവിഷൻ ക്ലർക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ESIൻ്റെ ഒക്കെയാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ അതിൻ്റെ വേക്കൻസികൾ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ അതിൽ എല്ലാം നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോയിട്ടുള്ളൂ. കാരണം അത്രയും പേജ് ഉണ്ട് നോക്കണമെങ്കിൽ. നമ്മൾ അത്രയും ഇപ്പോൾ ഞാൻ കേരളം അത് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ കണ്ടോ. UDC നിങ്ങളുടെ കേരളത്തിൽ വേക്കൻസി ഉണ്ട്. ഇതാ ജസ്റ്റ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, പിന്നെ തമിഴ്നാടുണ്ട്. എല്ലാ സ്റ്റേറ്റിലും വേക്കൻസികളുണ്ട് കേട്ടോ. ഓക്കെ, ESIൻ്റെ ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് അത് അപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെ കാണുന്നക്ക് UDC അതുപോലെ തന്നെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഉണ്ട്. വെറും മെഡിക്കൽ ഫീൽഡ് മാത്രമൊന്നുമല്ല, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഉണ്ട്, ജൂനിയർ എഞ്ചിനീയർ ഉണ്ട്, അതിൽ സിവിൽ ഉണ്ട്. ജസ്റ്റ് 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് കണ്ട് ഞെട്ടേണ്ട, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട്. ഇതാണ്ടോ, ഇത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. 30 വയസ്സിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഡിസൈറബിൾ ആണ്, നമുക്ക് മാൻഡറ്ററി അല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അതോടൊപ്പം തന്നെ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾ ഇതിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്ത് പോകേണ്ട, പല കാറ്റഗറി വേക്കൻസി ഉണ്ട്. ഞാൻ അത്രയും അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഒന്ന് ടൈം എടുത്ത് നിങ്ങളെ നോട്ടിഫിക്കേഷൻ നോക്കണം. ഓക്കെ, കാരണം ഞാനത് ഒറ്റ ഇതിൽ സ്ട്രെച്ചിൽ പറയാമെന്ന് പറയാൻ പോസിബിൾ അല്ല. അതുകൊണ്ടാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ ഫ്രഷ് ആ എക്സ്പീരിയൻസ് വെച്ച് നോക്കേണ്ട, എക്സ്പീരിയൻസ് ഉണ്ട് അത് വെച്ചിട്ട് അത് അവിടെ മാൻഡറ്ററി ആണ് 5 വർഷം ഇവിടേക്ക്. ഓക്കെ, ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്തതാ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ജസ്റ്റ് ഗ്രാജുവേറ്റ് എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ പറയുന്ന നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. എന്താണ് മംഗലഗിരി, ഞാൻ സ്ഥലപ്പേര് വായിക്കാത്ത കറക്റ്റ് നമുക്കത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഏജ് 30 വയസ്സ് വരെ അപ്ലൈ ആവുന്നതാണ്. പിന്നെ എല്ലാത്തിലും നിങ്ങൾക്ക് റിസർവ് വേക്കൻസി ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ കിട്ടും. ഇനിയിപ്പം ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഡിപ്ലോമ ആണെങ്കിൽ 5 വർഷം വേണം കേട്ടോ എക്സ്പീരിയൻസ്. എന്നാൽ ഗ്രാജുവേറ്റ് ആണെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ട. അപ്പോൾ അങ്ങനെ വിവിധ വേക്കൻസികൾ. ഇനിയിപ്പോൾ അത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ജൂനിയർ എഞ്ചിനീയർ, എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബാധകമാണ്. 5 വർഷം എക്സ്പീരിയൻസ് ഉള്ളുണ്ട് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക്. ഇനി എക്സ്പീരിയൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ഇതാ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കലിൽ ജസ്റ്റ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ജൂനിയർ എഞ്ചിനീയർ AC ആൻഡ് R നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിലേക്ക് എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസും വേണേ. ഓക്കെ, അതെ, ആ സെയിം പോസ്റ്റുകൾ തന്നെ നിങ്ങൾക്ക് വിവിധ എയിംസിലുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കാവുന്നതാണ്. ഇനി ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓഡിയോളജിസ്റ്റ്, അതുപോലെ ഓഡിയോളജിസ്റ്റ് കം സ്പീച്ച് തെറപ്പിസ്റ്റ്, അതുപോലെ ഓഡിയോളജിസ്റ്റ് ടെക്നീഷ്യൻ, ഓഡിയോ മീറ്റർ ടെക്നീഷ്യൻ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് മെഡിക്കൽ റിലേറ്റഡ് ആ ഫീൽഡ് ഒരുപാട് വേക്കൻസികളുണ്ട് കേട്ടോ. ഇതിലേക്കൊക്കെ ഡിപ്ലോമ ഇൻ ഹിയറിംഗ് ലാംഗ്വേജ് ആൻഡ് സ്പീച്ച്
ഓക്കെ, അതായത് DHSL അതിലുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഹിയറിംഗ് എയ്ഡ്സ് ഓർ നിങ്ങൾക്ക് കാണാം ഇയർ മോൾട്ട് ടെക്നോളജി, ഇതിലൊക്കെ ഉള്ള ഡിപ്ലോമ ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്നും മതി കേട്ടോ, രണ്ടൊന്നും വേണ്ട. അപ്പോൾ ഇതിലേക്കൊന്നും എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വാക്കൻസി 25 വയസ്സിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടോ അവരൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല കേട്ടോ, ജസ്റ്റ് ഞാനതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുന്നത് അതുകൊണ്ടാണ്. അതൊക്കെ സെയിം പോസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്താൽ തന്നെ ഒരുപാട് സമയം ഉണ്ടാവും. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഉണ്ട്, ജസ്റ്റ് ഇതിലേക്ക് BSc ഡിഗ്രി ഇൻ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ റീഹാബിലിറ്റേഷൻ കൗൺസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കാനുള്ള കണ്ടീഷനുള്ള എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ENT തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലുള്ള BSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. രജിസ്ട്രേഷൻ ഇവിടെ മാൻഡറ്ററി ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യം. പിന്നെ ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ, അതുപോലെ ഇലക്ട്രിക്കൽ വയർമാനൊക്കെ ഉണ്ട്. ITI കഴിഞ്ഞവർക്ക് 10ാം ക്ലാസ് ITI മതി കേട്ടോ, 35 വയസ്സ് അപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ITI സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ. പിന്നെ അതുപോലെ തന്നെ സൂപ്പർവൈസറി സർട്ടിഫിക്കറ്റ് വേണം കേട്ടോ, കോമ്പറ്റൻസി ഇലക്ട്രിക്കൽ സൂപ്പർവൈസറി കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്ത വാക്കൻസി ഇതാ, നിങ്ങൾക്ക് ഇതാ ഇലക്ട്രിക്കൽ തന്നെ ഉണ്ട്, ITI 10ാം ക്ലാസ് ITI കേട്ടോ. ഓക്കെ, ഇലക്ട്രിക്കൽ ട്രേഡിൽ. അതുപോലെ തന്നെ നിങ്ങൾക്കൂടെ കാണാം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. സോറി, ഇവിടെ നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി ഇതിൽ നമുക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അതിലേക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എവിടെയൊക്കെ ഉണ്ട് ട്രേഡുകൾ തന്നെ. പിന്നെ അതുപോലെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഗ്യാസ് പമ്പ് മെക്കാനിക്. അപ്പം നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാം വായിക്കുന്നില്ല. അതാ ഇവിടെ OT അസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പോസ്റ്റുകൾ. അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റൻ്റ്, OT അസിസ്റ്റൻറ്റിനാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് കാറ്റഗറിയിലുണ്ട്. അതുപോലെ നിങ്ങൾക്കൂടെ കാണാൻ ഡിസ്പെൻസിങ് അറ്റൻഡൻറ്റ്, കെമിസ്റ്റ്, കെമിക്കൽ എക്സാമിനർ ഉണ്ട്. അതുപോലെ ഫാർമസിസ്റ്റ്, അലോപ്പതിക്ക് ഉണ്ട്. അങ്ങനെ എല്ലാ കാറ്റഗറി ഇതിൽ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വിവിധ ക്വാളിഫിക്കേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ രീതിയിലുള്ള വേക്കൻസികളുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിതിങ്ങനെ പറഞ്ഞു പോകുന്നതിൽ കാര്യമില്ല, ജസ്റ്റ് ഞാൻ നിങ്ങളെ ഏതൊക്കെ കാറ്റഗറി ജസ്റ്റ് ഒന്ന് നോക്കണം. അതായത് കാഷ്യർ ഉണ്ട്. ഓക്കെ, ഇതിലൊക്കെ നിങ്ങൾക്ക് BCom കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന വാക്കൻസി ഉണ്ട് കേട്ടോ. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള വാക്കൻസി ഉണ്ട്, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാനുള്ള വാക്കൻസി ഉണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് മറ്റു CSSD ടെക്നീഷ്യൻ, മൈക്രോബയോളജി BSc കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ടതിൽ ഇത് 3 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അത് നോക്കണം നിങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ നമ്മൾ ഫോളോ ചെയ്ത് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ അടുത്ത് നിങ്ങൾക്കിവിടെ കാണാം ഡിസെക്ഷൻ ഹാൾ അറ്റൻഡൻറ്റ്, ഹോസ്പിറ്റൽ അറ്റൻഡൻറ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നഴ്സിംഗ്. അതുപോലെ നിങ്ങൾക്കിവിടെ കാണാം ഒരുപാട് കാറ്റഗറി ഉണ്ട് കേട്ടോ അതിലൊക്കെ. ഓക്കെ, ഓഫീസ് അറ്റൻഡൻ്റ് ഒക്കെ അതിൽ വരുന്നുണ്ട്, സ്റ്റോർ അറ്റൻഡൻറ്റ് വരുന്നുണ്ട്. അതിലൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഇതാ മൾട്ടി ടാസ്കിങ് വരുന്നുണ്ട്. ഓക്കെ, മോർച്ചറി അറ്റൻഡൻറ്റ് വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ വിവിധ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഓഫീസ് അറ്റൻഡൻ്റ് ജസ്റ്റ് 10ാം ക്ലാസ് മതി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ ഓഫീസ് സ്റ്റോർ അറ്റൻഡൻറ്റ് ഗ്രേഡ് 2 ഇതിലേക്കൊക്കെ 10ാം ക്ലാസ് മതി. 10ാം ക്ലാസ് ഒന്നെങ്കിൽ ITI. ഓക്കെ, ITI ഏത് ട്രേഡാലും കുഴപ്പമില്ല. ഓക്കെ, 10ാം ക്ലാസ് ഓർ ITI ആണ്, ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി നിങ്ങൾക്ക് കേട്ടോ. അതുപോലെ ലാബ് അറ്റൻഡൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരുപാട് കാറ്റഗറിയുള്ള ലാബ് അറ്റൻഡൻറ്റ്, ലബോറട്ടറി അസിസ്റ്റൻറ്റ്, എല്ലാവിധ പോസ്റ്റുകൾ ഇതിലുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ഇതാക്കുന്നില്ല. ഇനി ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് സ്പീഡിലാക്കിയാൽ ഇത് പോകുള്ളൂ. ഇപ്പം തന്നെ 60 പേജ് ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ജസ്റ്റ് നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ താഴോട്ട് ഇങ്ങനെ പോസ്റ്റുകൾ വരികയാണ്. പല കാറ്റഗറിയുള്ള ഡെൻ്റൽ മെക്കാനിക് ഉണ്ട്, അങ്ങനെ എല്ലാവിധ കാറ്റഗറി ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് മിസ്സാണ്ടായിരിച്ചിട്ടാണ് എത്രയും ഞാൻ പറയുന്നത് നിങ്ങളോട്. എല്ലാവിധ കാറ്റഗറി നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് ഉണ്ടോ നിങ്ങൾ നോക്കുക. റേഡിയോഗ്രാഫർ ഉണ്ട്. ഓക്കെ, ടെക്നീഷ്യൻ റേഡിയോളജി ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല കേട്ടോ. ഓക്കെ, മെഡിക്കൽ, അങ്ങനെ സോഷ്യൽ വർക്കർ, അങ്ങനെ തുടങ്ങിയിട്ട് ജൂനിയർ വാർഡൻ വരെ ഉണ്ട് കേട്ടോ. എല്ലാവിധ കാറ്റഗറി. നമ്മൾ വിചാരിച്ച് മെഡിക്കൽ ഫീൽഡ് മാത്രമാണ് വിചാരിക്കരുത്, എല്ലാ ഫീൽഡും ഉണ്ട് കേട്ടോ അതിൽ. ഓക്കെ, ഞാനത് അത്രയും ഫാസ്റ്റ് അടിച്ചിട്ട് തന്നെ അത് പേജ് തീരുന്നില്ല. നമ്മളിത് എക്സ്പ്ലെയിൻ സ്റ്റെനോഗ്രാഫർ ഉണ്ട്. നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചെയ്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂറൊക്കെ ചെയ്യേണ്ടി വരും തോന്നുന്നു. ഓക്കെ, അത് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം നമ്മൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയ എടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽ ചെയ്ത് തരാം കേട്ടോ. മെഡിക്കൽ റെക്കോർഡറൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മെഡിക്കൽ റെക്കോർഡ് ടെക്നീഷ്യനൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, കമ്പ്യൂട്ടർ ഡാറ്റ പ്രോസസ്സർ ഉണ്ട്, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ കാറ്റഗറി ഇതിലുണ്ട് കേട്ടോ. ടൈലർ, അതുപോലെ തന്നെ മെക്കാനിക്, എയർ കണ്ടീഷനിങ്, വിവിധ കാറ്റഗറിയാണ്. ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി. ഓക്കെ, ഒപ്റ്റോമെട്രിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഒരു വിവിധ കാറ്റഗറികളൊക്കെ. പ്ലംബർ. ഓക്കെ, അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതുപോലെ ECG ടെക്നീഷ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പം ഞാൻ അങ്ങനെ പറയുമ്പം ഇതന്നെ കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടാവും. എങ്കിലും ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ പറയാതെ വിട്ട് കുറേ പോസ്റ്റുകളുണ്ട്, കാരണം ഞാൻ ഇത്രയും സ്പീഡിലാണ് അടിച്ചു പോകുന്നത്. ഓക്കെ, റെസ്പിറേറ്ററി ലബോറട്ടറി അസിസ്റ്റൻ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറി. ഫാർമസിസ്റ്റ്, ആയുർവേദിക് ഉണ്ട് കേട്ടോ. ഓക്കെ,
ജൂനിയർ ഫിസിസ്റ്റ്. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ ഏകദേശം ഒരു 135 പേജായി. ഇപ്പോൾ നമ്മളൊരു എനിക്ക് തോന്നുന്നു 30 പേജിൽ നേട്ടം തുടങ്ങിയാൻ തോന്നുന്നു. 135 പേജായി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓക്കെ, ഏകദേശം 100 പേജോളം നമുക്കതിൻ്റെ ക്വാളിഫിക്കേഷൻ തന്നെ നമുക്ക് നോക്കാനുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വാക്കൻസി കാണെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറ്റീഷ്യനൊക്കെ നിങ്ങൾക്ക് വാക്കൻസി ഓരോന്നിൻ്റെയും ഓരോ പോസ്റ്റ് വൈസ് വാക്കൻസി ജനറൽ EWS SC ഒക്കെ കാണാം. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ റിസർവ്ഡ് വാക്കൻസിയിൽ വാക്കൻസി ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ജനറൽ വാക്കൻസി ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജനറൽ വാക്കൻസിയിലേക്ക് അപ്ലൈ കേട്ടോ. നമ്മുടെ റിസർവ്ഡ് വാക്കൻസിയിൽ തന്നെ വാക്കൻസി വേണമെന്ന് വിചാരിച്ച് നമ്മൾ വാശി പിടിച്ച് നിൽക്കണ്ട. ജനറൽ വാക്കൻസിയിലേക്കുള്ളത് വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് എല്ലാ പോസ്റ്റും നിങ്ങൾ നോക്കട്ടോ. ജനറൽ വാക്കൻസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും കിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ എല്ലാ പോസ്റ്റിനും നമുക്ക് ചില പോസ്റ്റിനൊക്കെ അത്യാവശ്യം നല്ല വാക്കൻസികൾ വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, അത്യാവശ്യം നല്ല വാക്കൻസികൾ ചില പോസ്റ്റിന് വരുന്നുണ്ട്, ചിലതിൽ നമുക്ക് കുറഞ്ഞ വാക്കൻസികളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊന്ന് കണ്ടെത്തട്ടോ. ഈ ഒരു നോട്ടിഫിക്കേഷൻ തരാം, നമ്മുടെ വെബ്സൈറ്റിൽ തരാം കേട്ടോ. താഴോട്ട് ജസ്റ്റ് ഇങ്ങനെ പോവാം. ഇനി ബാക്കി എന്തൊക്കെ കാര്യങ്ങളും ഇവിടെ നോക്കാം. അപ്പോൾ എക്സാം സെൻറ്ററിനെ കുറിച്ചിട്ടൊന്നും, പിന്നെ നമ്മൾ സ്കിൽ ടെസ്റ്റ് ഉണ്ട് പറഞ്ഞുള്ളൂ. ചില പോസ്റ്റിന് UDC LDC അങ്ങനെയൊക്കെ അതിനുള്ള ടൈപ്പിംഗ് ടെസ്റ്റ് ആവശ്യമുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ സ്റ്റെനോഗ്രാഫിക് ടെസ്റ്റ്, സ്റ്റെനോഗ്രാഫറിലൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ട്രാൻസ്ലേറ്റർ ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കേരളത്തിലൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വറിയിടേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ OBC SC ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ OBC കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട സൈഡിങ്ങിൻ്റെ മാതൃക ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സെയിം മാതൃക തന്നെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? നിങ്ങളെ കയ്യിലുള്ള സെൻറ്റൻസ് ഒക്കെ വായിച്ച് നോക്കി ഇതേ സെയിം മാതൃകയാണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ, ഇനി EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സൈഡിങ്ങിൻ്റെ മാതൃക ഇതിലുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മൾ ജസ്റ്റ് നോട്ടിഫിക്കേഷനിലേക്ക് വന്ന് വിട്ടുപോയത് എക്സാമിനേഷൻ ഫീ ആണ്. അപ്പോൾ എക്സാമിനേഷൻ ഫീയും പാടെ ഞാൻ പറയാം. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ ആണ്. അപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനറൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3000 രൂപയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞുതരാം. SC ST EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2400 രൂപയാണ് അടയ്ക്കേണ്ടത്. PWD ശാരീരികമായ പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ യാതൊരു ഫീ അടയ്ക്കേണ്ട. അതിൽ SC ST കാൻഡിഡേറ്റ്സിന് നിങ്ങൾ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റീഫണ്ട് കിട്ടും. റീഫണ്ട് എപ്പോഴാണ് കിട്ടുക വെച്ചാൽ റിസൾട്ടൊക്കെ ഡിക്ലെയർ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, നിങ്ങൾ ഏത് അക്കൗണ്ടിൽ നിന്നാണ് പേയ്മെൻറ്റ് ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ആ അക്കൗണ്ടിലേക്ക് തന്നെ എന്ത് ചെയ്യും, റീഫണ്ട് ആയിക്കോളും. ഓക്കെ, SC ST കാൻഡിഡേറ്റ്സിന് മാത്രം. അപ്പോൾ 2400 നമ്മൾ കൊടുത്താൽ ആ 2400 നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവും. ജസ്റ്റ് നമ്മളൊരു സേവിങ് എമൗണ്ട് ആയിട്ട് നമ്മൾ കാണേണ്ടി വരും. SC ST കാൻഡിഡേറ്റ്സിന് മാത്രം. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഈ ഒരു എമൗണ്ട് കൊടുക്കണം കേട്ടോ. പിന്നെ EWSന് റീഫണ്ട് ആവില്ല. ഓക്കെ, 2400 തന്നെ അവർ കൊടുക്കണം, അവർക്ക് റീഫണ്ട് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ പറഞ്ഞ രീതിയിൽ, ഇപ്പം ജനറൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3000 രൂപ നമ്മൾ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മളെടുത്ത് അപേക്ഷ ഫീസ് അവർ ഈടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വരുന്ന നമ്പർ ഓഫ് അപ്ലിക്കേഷൻ എന്ത് ചെയ്യും, കുറയാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ഇത്രയും വലിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, എല്ലാവരും അതിലേക്ക് അപ്ലൈ ചെയ്തോളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുണ്ടാകാം, ഇനി സാമ്പത്തികമായിട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു മടിയുള്ളവരുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് അപേക്ഷയുടെ എണ്ണം സാധാരണ അങ്ങ് ഉള്ള രീതിയിൽ വലിയ രീതിയിലുള്ള എണ്ണം വരാൻ സാധ്യത കുറവാണ്. കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ മാത്രം. കാരണം ഓഗസ്റ്റിൽ തന്നെ എക്സാം ഉണ്ടായിരിക്കും. വെറുതെ നമ്മൾ 3000 കൊടുത്ത് കളഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓഗസ്റ്റിൽ എക്സാം ഉണ്ടായിരിക്കും. നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ GOC.ലാണ് വരിക കേട്ടോ. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ലേറ്റസ്റ്റ് ജോബ്സ്, കേരള ജോബ്സ്, സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ്. ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിലൂടെ കാണാൻ നിങ്ങൾക്ക് എയിംസ് CRE റിക്രൂട്ട്മെൻറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് എയിംസ് CRE റിക്രൂട്ട്മെൻറ്റ് 2300 പ്ലസ് ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് A അല്ല കേട്ടോ, സോറി, ഗ്രൂപ്പ് B ആൻഡ് ഗ്രൂപ്പ് C ആണ്. അത് ഞാൻ എഡിറ്റ് ചെയ്യും, നമ്മൾ എഡിറ്റിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ ഗ്രൂപ്പ് B ആൻഡ് C പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിവിടെ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ താഴേക്ക് വരും. നമ്മൾ പുതിയ പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ അത് മുകളിൽ നിൽക്കും, ബാക്കിയുള്ളതൊക്കെ താഴോട്ട് വരും. എന്നിട്ടും കണ്ടില്ല, ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കണ്ടെത്താൻ പറ്റും. ഞാനിവിടെ എയിംസ് CRE റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു, നമ്മുടെ പോസ്റ്റ് ഓപ്പൺ ആക്കുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഉണ്ട്, അതിലൊക്കെ ഫോളോ ചെയ്യാൻ നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കാണിച്ച നോട്ടിഫിക്കേഷൻ ഇല്ലേ, ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും നോക്കണം. ഓക്കെ, വേക്കൻസികൾ നോക്കണം. എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വേക്കൻസി എവിടെയാണ് കൂടുതലുള്ളത് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മുടെ റിസർച്ച് വേക്കൻസിയിലുണ്ടോ. അപ്പോൾ ഒന്നിലധികം നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ഫീ ഒക്കെ അടയ്ക്കണം. ഇനി അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഇവിടെ കാണാം നിങ്ങൾക്ക്. ഈ അപ്ലിക്കേഷൻ ഫോമിൻ്റെ നേരെ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഓൺലൈൻ അപ്ലിക്കേഷൻ ടീം, അതായത് ഡാറ്റൻ്റെ ടീമാണ് കേട്ടോ. ഞാൻ ആ ഒരു മെസ്സേജ് എടുക്കുക, നമ്മുടെ ഡാറ്റൻ്റെ ടീമാണ്. അപ്പോൾ അവരോട് നിങ്ങൾ ഒരുപാട് ഡൗട്ടും ചോദിച്ചാൽ അവർക്ക് പറഞ്ഞുതരാൻ പറ്റിക്കോണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് ചോദിക്കാം. അവിടെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമ്മളിത് ക്ലിക്ക് ചെയ്യുന്ന ഓപ്പൺ ആക്കാം. ജസ്റ്റ് അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കാം. അപ്പോൾ അവിടെ കാണാം നിങ്ങൾക്ക്
ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആണ് ഇവിടെ കാണാം. എൻ്റെ ലോഗോ കാര്യങ്ങൾ കാണാം. കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ CRE 2025 നോട്ടിഫിക്കേഷൻ നമ്പർ 228/2025 അത് ജസ്റ്റ് നമ്മൾ കൺഫേം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്പറൊക്കെ നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ കാണാൻ പറ്റും. നോട്ടീസ് നമ്പർ ഇതാ ഇവിടെ കാണാം 228/2025. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന പേജ് അതന്നെയാണ് 228/2025. നമ്മളൊന്ന് കൺഫേം ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ലോഗിൻ ടു അപ്ലൈ എന്നുള്ളത്. അപ്പോൾ ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പേര് അതുപോലെ റീ എൻറ്റർ ചെയ്യുക. മാക്സിമം തെറ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് റീ എൻറ്റർ ഓപ്ഷൻ ഇവിടെ വരുന്നത്. അതുപോലെ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക, ഇമെയിൽ ID കൺഫേം ചെയ്യുക, പാസ്വേഡ് നമ്മൾ ഉണ്ടാക്കുക മാനുവലായിട്ട്, ദെൻ കൺഫേം ചെയ്യുക, ദെൻ ആധാർ നമ്പർ നമ്മൾ കൊടുക്കുക, എന്നിട്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ ആധാർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനേഷനൊക്കെ പോകുമ്പോൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ആ ഒരു എൻട്രി ലഭിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊസീഡ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ എന്തായാലും ഇത് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഡിമാൻഡ് ചെയ്യണം, നിങ്ങൾക്ക് കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. നമുക്ക് തെറ്റില്ലാതെ ചെയ്ത് കാണിക്കുന്ന രീതിയിലൊരു വീഡിയോ കിട്ടിയാൽ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അങ്ങനെ രേഖപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് ചെയ്യാതിരിക്കാൻ കാരണം വീഡിയോയുടെ ലെങ്ത് അങ്ങനെ കൂടി പോവാണ്. അപ്പോൾ അത്രയും ടൈമും ഞാൻ ഇരിക്കണം, അതിൻ്റെ ഒരു പ്രശ്നം വരും. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഒരുപാട് പോസ്റ്റുകളുണ്ട് നമുക്ക് ചെയ്യാൻ തന്നെ. അപ്പോൾ അതിൻ്റെ കൂടെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് പാടെ നമ്മൾ എല്ലാത്തിൻ്റെയും ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ടൈം അതിൽ നമ്മൾ ഇരിക്കണം. അപ്പോൾ അതിനുള്ള ടൈമും ഇല്ല. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ഉണ്ട്, തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമ്മൾ വീഡിയോ ചെയ്ത് കാണിക്കുന്നതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ പോയാൽ മതി, എന്നിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു.